ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇപ്പോൾ കർമ്മ ന്യൂസ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഇതോടെ ആന്റോ അഗസ്റ്റിൻ തന്നെ വെളിപ്പെടുത്തിയ 500 കോടിയുടെ കളി മുടങ്ങിയിരിക്കുകയാണ്. മെസ്സി കൊച്ചിയിൽ വന്ന് കളിച്ചു പോകുമ്പോൾ എന്തിനാ 500 കോടി എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം തന്നെയാണ് മെസ്സിയുടെ വരവും കളിയും മുടങ്ങിയത്. ഒന്നോർക്കണം, ഇന്ത്യ രാജ്യത്തിന് അനേക ലക്ഷം കോടികളുടെ നഷ്ടം സഹിച്ചാണ് അമേരിക്കയുടെ ട്രംപിന് മുന്നിൽ കീഴടങ്ങാതെ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത്. അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പുറത്തുനിന്നും വരുന്ന എല്ലാ ഇടപെടലിനും എത്രമാത്രം ജാഗ്രതയായിരിക്കും കാണിക്കുക. എന്തായാലും കൊച്ചിയിലെ മെസ്സിയുടെ വരവ് സ്പോൺസർ ചെയ്തതും മറ്റും ആന്റോ അഗസ്റ്റിൻ ആയിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഒരു വീഴ്ച എന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം 500 കോടിയോളം രൂപയുടെ ഇടപാടുകളാണ്. 500 കോടി രൂപയുണ്ട് എന്ന് ആന്റോ അഗസ്റ്റിൻ തന്നെ പറഞ്ഞിരുന്നു. മുൻപ് ഇതുപോലെ ബോബി ചെമ്മണ്ണൂരിന്റെ കണ്ണൂരിലെ ഷോറൂം തുറക്കാൻ മറഡോണ വന്നിരുന്നു. അന്ന് കൊച്ചിയിൽ വിമാനമിറങ്ങിയതും പിന്നെ കണ്ണൂരിലേക്ക് പോയ ഹെലികോപ്റ്ററുകളിൽ എന്തായിരുന്നു എന്നതും കേരളത്തിൽ അന്നും ഇന്നും ദുരൂഹമായ ചോദ്യങ്ങളായിരുന്നു. എന്തായാലും അന്ന് രാജ്യം ഭരിച്ചവർ അല്ല ഇന്ന് അമരത്ത്. എല്ലാം നോക്കിയും കണ്ടും മാത്രമേ ചെയ്യൂ. അർജന്റീന ടീം കേരളത്തിൽ കളിക്കുന്നതിലല്ല കാര്യം, അതിന് പിന്നിലെ വിദേശ ഇടപാടുകളും പണമിടപാടുമാണ്. ആർക്കും എന്തും കൊണ്ടുവരാവുന്ന അല്ലെങ്കിൽ ഏത് വിദേശ ഇടപാടും നടത്താം. എന്നിട്ട് ബിസിനസ് അല്ലേ, ബിസിനസ് വരട്ടെ, കേരളം നന്നാക്കാൻ എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ഇവിടെ വിദേശ പണമിടപാടുകളിലെ ദുരൂഹത വന്നു എന്നതാണ് അറിയുന്നത്. സ്പോർട്സിലല്ല കാര്യം. ലോകത്തെ എത്രയോ താരങ്ങൾ ഇന്ത്യയിൽ വരുന്നു, കളിക്കുന്നു. അത് IPL മുതൽ മഹാമേളകൾ വരെ. എന്തിനധികം നമ്മൾ പാകിസ്ഥാനുമായി വരെ കളിച്ചു. അവർ ഇവിടെ വന്നു, ഇന്ത്യ അവിടെ പോയി. അതായത് സ്പോർട്സിലല്ല കാര്യം, അതിന്റെ പണമിടപാടിലെ സുതാര്യത ഇല്ലാത്തതാണ് മെസ്സിയുടെ വരവിന് തടയായത് എന്ന് സാരം. എന്തായാലും ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന പുരുഷ ഫുട്ബോൾ ടീമിന്റെ നവംബറിലെ കേരള സന്ദർശനം നിർത്തിവെച്ചതായി വ്യാഴാഴ്ച ഒരു ജനപ്രിയ സ്പാനിഷ് ഭാഷാ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇത് ഔദ്യോഗികമായ അറിയിപ്പാണ്. നവംബറിൽ കേരളത്തിൽ വരില്ല. ഇതിന്റെ കാരണമായി അർജന്റീന ടീം പറയുന്നത്, ഞങ്ങളുടെ ഒരു പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് പോയി കേരളത്തിൽ ഹോട്ടലിലുണ്ട്. ഞങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റാൻ കേരളത്തിലെ സ്പോൺസർക്ക് സാധിച്ചില്ല എന്നതാണ്. AFA ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അർജന്റീനയിലെ ലാ നാസിയോൺ പറഞ്ഞ വിവരങ്ങൾ ഇതാണ്. കേരളത്തിലെ സ്പോൺസർ കാര്യങ്ങൾ ചെയ്തില്ല, ആവർത്തിച്ച് അവർ കരാർ ലംഘനം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടുന്നു. ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ കാരണം കേരളവുമായുള്ള കരാർ പരാജയപ്പെട്ടുവെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു. കഴിഞ്ഞ മാസം AFAയുടെ വേദി മാനേജറെ പരിചയപ്പെടുത്തിയ ഹെക്ടർ ഡാനിയൽ കാബ്രേര സൗഹൃദ മത്സരത്തിനുള്ള നിർദ്ദിഷ്ട വേദിയായ കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ സൗകര്യങ്ങൾ വിലയിരുത്താൻ കൊച്ചിയിൽ എത്തിയിരുന്നു. സ്പോൺസറായ ആന്റോ അഗസ്റ്റിനും ഉണ്ടായിരുന്നു. ആന്റോ അഗസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു എങ്കിലും കളി മുടങ്ങിയതിൽ ഇപ്പോൾ വിമർശനവും അയാൾക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. കേരള കായിക മന്ത്രി V അബ്ദുറഹ്മാൻ കാബ്രേരയെ സ്റ്റേഡിയത്തിൽ സന്ദർശിച്ച് മത്സരം ഷെഡ്യൂൾ പ്രകാരം നടന്നുവെന്ന് ഉറപ്പു നൽകി എങ്കിലും സർക്കാർ സ്പോൺസർഡ് പരിപാടി അല്ലാത്തതിനാൽ അതും പാലിക്കപ്പെട്ടില്ല. നവംബർ 17 കൊച്ചിയിൽ അർജന്റീനയുമായി സൗഹൃദ മത്സരം നടത്താൻ ഓസ്ട്രേലിയ തീരുമാനിച്ചതാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.